ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തമ്പുളിയാട്ടോ. ഒരു 5 മിനിറ്റിൽ നമുക്ക് ചോറിൻ്റെ കൂടെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് കർണാടക സ്പെഷ്യൽ ഡിഷ് ആണെങ്കിൽ നമ്മുടെ നാടൻ ചോറിൻ്റെ കൂടെ ഒരു കിടിലൻ കോംബോയാണ്. അപ്പോൾ 2 തരത്തിലുള്ള തമ്പുളിയാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുക്കുംബറാണ്. നമ്മൾ സാലഡിന് ഉപയോഗിക്കുന്ന കുക്കുംബറാണ് വേണ്ടത്. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ആദ്യം ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കുക്കുംബർ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പകുതി കുക്കുംബറായിട്ട് എടുത്തിട്ടുള്ളത്. തൊലിയൊന്നും നമ്മൾ ചെത്തേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം സൈസായിട്ട് തൊലിയോടുകൂടി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ അരക്കപ്പോളം തേങ്ങ ചിരകിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി ആട്ടോ. അതൊരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുക്കുംബറാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് തൈരാണ്. ഒരു 1/4 കപ്പ് തൈരാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് പുളിയുള്ളത് വേണ്ട, ഒരു മീഡിയം പുളിയുള്ള തൈരാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എല്ലാം കൂടി ചേർത്ത് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പാകത്തിനാട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് ഒഴിച്ചേറി പോലെ വേണമെങ്കിൽ അല്പം വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി ഇത് താളിക്കാൻ വേണ്ടി ഒരല്പം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരല്പം കടുക് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് ഇടിച്ച മുളക് അല്ലെങ്കിൽ വറ്റൽമുളക് ഉപയോഗിക്കാം, കറിവേപ്പില. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ താളിപ്പ് ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കുക്കുംബർ കൊണ്ടിട്ടുള്ള തമ്പുളി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് സമയത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാനും അതുപോലെ നമ്മുടെ ദഹനത്തിനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാണുമ്പോൾ ഒരു മോരുകറിയായിട്ട് തോന്നുമെങ്കിലും ടേസ്റ്റ് വൈസ് ഡിഫറെൻ്റ് ആണ്. ഒരു 5 മിനിറ്റ് സമയം മാത്രമല്ലേ വേണ്ടി വന്നുള്ളൂ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ആദ്യത്തെ നമ്മുടെ തമ്പുളി റെഡിയാണ്. ഇനി രണ്ടാമത്തെ തമ്പുളി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അത് രണ്ടാമത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത് തക്കാളി ഉപയോഗിച്ചിട്ടാട്ടോ. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4 പീസായിട്ട് ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിൽ നമ്മൾ മുറിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് കനമൊന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആക്കണം. ഇനി ഇത് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അല്പം എണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. ഇതുപോലെ ആ ഒരു പച്ച ചുവ ഒന്ന് മാറിയാൽ മതിയാവും. ഒരു 1-2 മിനിറ്റ് കേട്ടോ, അത്രയും മതി. അപ്പോൾ ആയിട്ടുണ്ട്. ഇത് ഓഫാക്കാം കേട്ടോ. നമുക്ക് ചൂടാറിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അരക്കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പച്ചമുളകല്ല ചേർക്കുന്നത്, പകരം 2 വറ്റൽമുളകാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ആണ്, അതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു 1/4 കപ്പോളം തൈരാണ്, അതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ തക്കാളി ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ തമ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പില ഒന്ന് താളിച്ചതിന് ശേഷം ഇത് ചൂടോടുകൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി തമ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും ഒരു 5 മിനിറ്റ് സമയം മാത്രം മതി. കാണുമ്പോൾ ഇതൊരു തക്കാളി ചട്നി പോലെ ഇരിക്കും, പക്ഷേ ടേസ്റ്റ് വൈസ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കറിയായിട്ടോ സൈഡായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. രണ്ടും നല്ല ടേസ്റ്റായിട്ടോ. പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി തമ്പുളി തന്നെയാണ്. അപ്പോൾ 2 തരത്തിലുള്ള 2 തരം തമ്പുളിയും ഇവിടെ റെഡിയാണ്. ഈ ഒരു രീതിയിൽ തന്നെ തമ്പുളി മുരിങ്ങയില വെച്ചിട്ടും പനിക്കൂർക്ക് വെച്ചും ചെയ്തെടുക്കാം കേട്ടോ. 5 മിനിറ്റ് സമയം മതി ഇത് രണ്ടും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.